ദി ഇലക്ട്രിക് സ്റ്റേറ്റ് ഡയറക്ടഡ് ബൈ ദി റൂസോ ബ്രദേഴ്സ്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് കുറെ പൈസ മുടക്കി അങ്ങോട്ട് വാരിച്ചു വരച്ച് തോന്നുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ മൂവീസിൽ ഒന്ന് ദി ഇലക്ട്രിക് സ്റ്റേറ്റ് ഉണ്ടാവും. അവർക്ക് ഇന്ത്യൻ റുപ്പീസിൽ എത്രയെന്നുള്ള അറിയില്ല, പക്ഷെ എത്രയോ ഭയങ്കര കോടിക്കണക്കിന് റുപ്യ മുടക്കിയിട്ട് എടുത്തൊരു പടമാണ്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞത് പ്യൂർലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിന്റെ ഇത്രയും പൈസ എവിടെ മുടക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് VFX വിഷ്വൽസ് ആണ്. വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഇതില് ഒന്നാമത് ഈ സിനിമക്ക് VFXന്റെ ആറാണ്, ത്രൂ ഔട്ട് VFX ആണ്. അതായത് VFX ഇല്ലാത്തൊരു സാധനം ഇതിലില്ല. പ്രത്യേകിച്ച് ഈ റോബോട്ടും ഈ മറ്റെന്താ പറയാ ഇങ്ങനത്തെ ഈ റോബോട്ട്സിനായിട്ടുള്ള ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈവൻ ഇൻ ഇംഗ്ലീഷ് മൂവീസിൽ ഭയങ്കര എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഗ്രീൻ സ്ക്രീൻ ആണ് ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വിളിച്ച് പറയണ പോലത്തെ ഒരു ഫീല് വരലുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. VFX ഒക്കെ പ്യൂർലി പെർഫെക്റ്റ് ആണ്. നിങ്ങൾ എങ്ങനെ തല കുത്തി മറിഞ്ഞതിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെ കൊണ്ട് പറ്റൂല. പക്ഷെ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ കണ്ട്, അതായത് ഈ സിനിമ തുടങ്ങിയ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലൈമാക്സ് എന്താവും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ ഇതിൽ ക്രിസ് പ്രാറ്റ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടല്ലോ, ആക്ടറിന്റെ ഒപ്പം നിൽക്കുന്ന റോബോട്ട് ഉണ്ട്. അപ്പൊ റോബോട്ട് അതായത് ഇങ്ങനെ ഓഫായി പോകേണ്ട ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ക്രിസ് പ്രാറ്റ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഭയങ്കര സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ റോബോട്ടിന് ഒരു കുഴപ്പമില്ല, റോബോട്ട് ഇപ്പം നീക്കും എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെയാണ് ഓരോ സീനും ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു സമയം വരെ അതായത് സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അരമണിക്കൂർ കൊണ്ട് മനസ്സിലാവും. അരമണിക്കൂറാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നേരെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ആവറേജ് രീതിയിൽ നമുക്ക് അവർ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, അതും ഇമോഷണലി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പടം ഹിറ്റാവുമായിരുന്നു. പക്ഷെ ഇത് എന്താ പറയാ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഇങ്ങനെ ഞങ്ങളെല്ലാം വലിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് റോബോട്ടോ ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മൃഗങ്ങളെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരെ ഇമോഷണൽ കണക്ഷനെ കൺവേ ചെയ്യാൻ എളുപ്പമാണ്. ബാക്കിയുള്ള എളുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹ്യൂമൻസ് തമ്മിലുള്ള കണക്ഷന് എന്താ പറയാ അവതരിപ്പിക്കണേക്കാൾ എളുപ്പം അതാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഒരു ആവറേജ് രീതിയിൽ അതായത് ഒന്നാമത് പ്രഡിക്റ്റബിൾ ആണ്. എന്താണ് സംഭവം, എന്താണ് ഞാൻ പറഞ്ഞില്ലേ റോബോട്ട് മരിക്കാൻ കിടക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മക്കാരത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ അതാണ് ഈ സിനിമയുടെ തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള ഈ സിനിമയുടെ ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് എന്നിട്ട് ഈ സിനിമ ഒരു മോശം സിനിമ അല്ല, കാരണം എല്ലാതൊരു ആവറേജ് ആണ്. അതായത് ആകെ അടിപൊളിയായിട്ട് VFX ഇതിന്റെ സ്ക്രീൻ പ്ലേ ടെക്നിക്കലി പടം ടു ഗുഡ് ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മില്ലി ബ്രൗണും പിന്നെ ക്രിസ് പ്രാറ്റും ആണുള്ളത്. ക്രിസ് പ്രാറ്റ് അങ്ങനെ ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു ആക്ടർ ആണെന്നുള്ള എനിക്ക് നേരെ തോന്നിയിട്ടില്ല. പക്ഷെ മില്ലി ബ്രൗൺ കിട്ടുന്ന ആക്ട്രസ് ആണെന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതില് ഈ മില്ലി ബ്രൗണിനും ചെയ്യാൻ വേണ്ടി ഇതിലൊന്നുമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു നടി വന്ന് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടിയിരുന്നു. മില്ലി ബ്രൗൺ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അതേപോലെ തന്നെ ക്രിസ് പ്രാറ്റിന്റെയും ആവശ്യം അവിടെ ശരിക്കില്ല. ഏതെങ്കിലും ഒരു ആക്ടർ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ പടം മനസ്സിലായി. ഇത് ക്രിസ് പ്രാറ്റ് ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആക്ടിംഗ് ഉള്ളതെന്നുള്ളത് തോന്നിയിട്ടില്ല. അപ്പം ക്രിസ് പ്രാറ്റിനെ കൊണ്ടുവരുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രിസ് പ്രാറ്റ് അടിപൊളിയായിട്ട് കോമഡിയാണ് ചെയ്യുക. പക്ഷേ ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ റോബോട്ടിന്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് ഇമോഷണൽ ഡയലോഗ് ഒക്കെ വരുമ്പോൾ നല്ല ബോർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മില്ലി ബ്രൗണിന്റെ ഇമോഷണൽ സീൻസിലെ ഡയലോഗ് കിട്ടിയില്ലെന്നാണ്. പക്ഷെ അതേപോലെ ആക്ട് ചെയ്യാൻ വേറെ നടിമാർ, അതാണ് പറഞ്ഞത് മില്ലി ബ്രൗണിന്റെ ടോപ്പ് ടാലന്റഡ് ആക്ട്രസ് ആണ് മില്ലി ബ്രൗൺ എന്ന് പറഞ്ഞത്. പക്ഷെ മില്ലി ബ്രൗൺ ഇതിൽ ചെയ്യാനുള്ള ഇല്ല. പക്ഷെ കിട്ടിയിട്ടുള്ള റോള് ഒരു സെക്കൻഡ് പോലും മോശമാക്കാതെ മില്ലി ബ്രൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമ മൊത്തത്തിൽ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടൊരു സ്ക്രിപ്റ്റ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു 10 സീന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ ഇൻസിഡൻസ് അടക്കം അത് സ്റ്റോറി എന്താവും എന്നുള്ളത് ഓരോ അടുത്ത അതൊക്കെ ഇത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ അത് സംഭവിക്കും. അങ്ങനെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ നല്ല VFX നല്ല ടെക്നിക്കലി ഈ പടം ടു ഗുഡ് ആയിട്ടുള്ള, ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര പടം കണ്ടു തീർത്തു എന്നുള്ളൊരു ഫീല് ആർക്കും വരില്ല എന്നുള്ളത് എനിക്ക് തോന്നിട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ പടം എനിക്ക് പേഴ്സണലി ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടാക്സ് സൈനിങ് ഔട്ട്.